عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم بعباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس إنا خلقناكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون بالأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തിടുന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പൂർണ്ണമായി സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി ജീവിച്ച് അവസാനം ആഖിറത്ത് നന്നായി ഈമാൻ കിട്ടി മരിക്കുവാൻ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഖബറിലെ ശിക്ഷ. കഴിഞ്ഞ ആഴ്ച ഖബറിൽ ശിക്ഷ ലഭിക്കുന്നവരാരൊക്കെയാണ് എന്നാണ് നമ്മൾ കേട്ടത്. ഇന്ന് നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഖബർ ശിക്ഷ അനുഭവിക്കുന്ന അവർ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും നന്മകളൊക്കെ. അപ്പോൾ ഖബറാളികളായ ബർസഹി ജീവിതത്തിൽ ജീവിക്കുന്നവരെ അല്ലാഹു തആല സ്വപ്നദർശനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുക്കാനുണ്ട്. സ്വപ്നദർശനത്തിലൂടെ കാണിച്ചു കൊടുക്കാണ്. സ്വപ്നം പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന വഹിയിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളും സ്വപ്നം കാണാറുണ്ട്, എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. എന്നാൽ പ്രവാചകന്മാരെ സംബന്ധിച്ച് ഉള്ള സ്വപ്നം സത്യമായിരിക്കും. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ പ്രവാചകന്മാർ കാണുന്ന സ്വപ്നത്തിൽ തുടക്കം തന്നെ അത് 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട സ്വപ്നത്തിലേക്ക് പ്രവേശിക്കാം. എന്നാലും നിങ്ങൾ കാര്യം മനസ്സിലാവുള്ളൂ. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. അതൊരു വഹീന്റെ ഭാഗമാണ്. എന്താ കണ്ടത്? യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക. നമ്മൾ ആ സ്വപ്നത്തെ കുറിച്ച് പഠിക്കാനായി പറയുന്നുള്ളൂ കേട്ടോ, മറ്റുള്ള അതിന്റെ വിഷയത്തിലേക്ക് പോകുന്നില്ല. എൻ്റെ പൊന്നുമോനെ, ഇന്നി അറാഫിൽ മനാമി, ഞാൻ ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടു, അന്നി അദ്ബഹുക, നിന്നെ അറുക്കാൻ. അങ്ങനെ ഇബ്രാഹിമിയുടെ സ്വപ്നം അതായിരുന്നു. ഒരു വളരെ വൈകിയുണ്ടായ ഒരു കുട്ടി ഫലമ്മ ബലഅ മഅു സയ്യ, അങ്ങനെ വാപ്പാടൊപ്പം എത്തി പരിശ്രമിക്കാനൊക്കെ ആയ സമയത്താണ് അല്ലാഹു തആല മറ്റൊരു പരീക്ഷണം സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുന്നത്. കുട്ടി അറുക്കാണ്. നല്ല പരിപാടിയാണ്. ഇനി അറാഫിൽ മനാമി അന്യ അത് പോക്ക ഫന്ദുർ മാതാത്തറ. എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ യാപത്തി ഇഫൽമാത്ത് ഉമർ, വാപ്പ അത് അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങൾ ചെയ്തോളിന്ന. അപ്പൊ ആദ്യമായിട്ട് ഖുർആനിൽ പറയുന്നതും പ്രവാചകന്മാരിൽ ആദ്യമായി സ്വപ്നത്തിലൂടെ വഹി നൽകിയത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്. അതെന്താണ് ആ സ്വപ്നം? സ്വന്തം മകനെ അറുക്കാൻ വേണ്ടിയുള്ള സ്വപ്നം. അതാണ് അവസാനിച്ചു കേട്ടോ. അത് കുറെ പഠിക്കാണ്ട്, ആ വിഷയം നമ്മൾ അല്ലാത്ത പിന്നെ നമുക്ക് പറയാം. പിന്നെ സൂറത്ത് യൂസുഫ് 12-ാമത്തെ അധ്യായത്തില് യൂസുഫ് നബി ആവുന്നതിന് മുമ്പ്, യൂസുഫ് കുട്ടിയാണ്, ഈ കുട്ടിയാവുന്ന സമയത്ത് ഒരു സ്വപ്നം അല്ലാഹു തആല ആ കുട്ടിക്ക് കാണിച്ചു കൊടുത്തു. ഭാവിയിൽ നബി ആവാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബി ആവുന്ന വഹി കൊണ്ടാണ്, സ്വപ്നം കൊണ്ടാണ് വഹിന്റെ ഒക്കെ തുടക്കങ്ങൾ ഉണ്ടായത്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിക്കാലത്ത് ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ഇത് കാല യൂസുഫ് ലി അബീഹി, യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിതാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ അബത്തി, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. ഇതാണ് യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നബി ആവുന്നതിന് മുമ്പ് ഒരു സ്വപ്നം അല്ലാഹു തആല കാണിച്ചു കൊടുത്തത്. കുട്ടിക്കാലത്താണ് കേട്ടോ.
ആ സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു സഹോദരന്മാരൊക്കെ യൂസുഫിനെ മർദ്ദിച്ച് ഉപദ്രവിച്ച് പൊട്ടക്കെട്ടി കൊണ്ടുപോയിട്ടതൊക്കെ. ഈ കാര്യം വാപ്പ ഞാനൊരു സ്വപ്നം കണ്ടു, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ എനിക്ക് സുജൂദ് ചെയ്യുന്നതാണ്, പ്രണമിക്കുക എന്ന് പറയാം, സുജൂദ് ചെയ്യുന്നതാണ് കണ്ടത്. അതൊരു ആദരവ് കൊടുക്കുകയാണ്. ഇവരൊക്കെ എനിക്ക് സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അള്ളാഹ്ക്കേ സുജൂദ് പറ്റുള്ളൂ, പ്രത്യേകം മനസ്സിലാക്കണം. ഇതൊരു ആദരവിന്റെ ഭാഗമായിട്ടുള്ള ഒരു വണക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ വരുന്നുണ്ട്. അപ്പൊ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ മലക്കളോട് പറഞ്ഞില്ലേ? ഏറ്റവും അക്സ ആയത്തുൽ ഹുദൂദ് വ തവല്ലുലാണ് സുജൂദ് എന്ന്. അങ്ങേയറ്റത്തെ പരമമായ വണക്കത്തോടും കീഴ്വണക്കത്തോടും കൂടി നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ് സുജൂദ് ചെയ്യാന്നുള്ളത്. അത് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ ഒരു ആചാര നിലക്കുള്ള ഒരു കീഴ്വഴക്കങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂസുഫ് നബി കണ്ട ആ സുജൂദ്, ഈ സ്വപ്നം വാപ്പാനോട് പറഞ്ഞു. കുട്ടിയല്ലേ, ലാ തഖ്സുസ് റുയാക അലാ ഹിവതിക, ഈ ഏതായാലും എന്നോട് പറഞ്ഞ ഈ സ്വപ്നം അതിന്റെ സഹോദരന്മാരോടൊന്നും പറയുകയാണ്. അതിന്റെ ഭവിഷ്യത്ത് അങ്ങനെയാണ്. ഒരു ഭവിഷ്യത്ത് അങ്ങനെ സംഭവിച്ചു. അപ്പൊ 2 സ്വപ്നത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്ന് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം മകൻ അറുക്കാനുള്ള സ്വപ്നം. രണ്ടാമത്തെ സ്വപ്നം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയായിരിക്കുമ്പോൾ അള്ളാഹു തആല കാണിച്ചു കൊടുത്ത സ്വപ്നം. അത് 11 നക്ഷത്രവും സൂര്യനും ചന്ദ്രനും യൂസുഫ് നബി അലൈഹി സ്വലാത്തുവിന് സുജൂദ് ചെയ്യുന്നതായിട്ട്. പിന്നെ ഇതിന്റെ തുടക്കാണ് കേട്ടോ. യൂസുഫ് നബി സ്വലാത്തു വസ്സലാം ജയിലിൽ പോകുന്നു. അവർക്കുള്ള കഥ നമ്മൾ ആ കഥയല്ല പഠിക്കുന്നത്, സ്വപ്നത്തിന്റെ കാര്യമാണ് പഠിക്കുന്നത്. അങ്ങനെ യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ജയിലിൽ കഴിയുന്ന, ഇതും സൂറത്ത് യൂസുഫിലാണ് പറയുന്നത്, ജയിലിൽ കഴിയുന്ന 2 ജയിൽ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ദഹല മഅു സിജ്നു ഫതയാനി, 2 യുവാക്കൾ ജയിലിലേക്ക് വന്നു. ഖാല അഹദുഹുമ, അതിൽ ഒരാൾ പറഞ്ഞു, ഇനി അറാനി അഹ്സർ ഹംറൻ വഖാല ആഖിറു ഇനി അറാനി അഹ്മിലു ഫൗക റൈസി ഖുബ്സൻ. ഇതും വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന സ്വപ്ന. ജയിലിൽ കിടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ വീഞ്ഞുണ്ടാക്കി രാജാവിന് കൊടുക്കുന്നതാണ്. അക്ഷരം വീഞ്ഞുണ്ടാക്കുന്ന അതൊക്കെ ഹലാലാണ് അവർക്ക്. അപ്പൊ അത് പറ്റുമെന്ന് ചോദ്യം പറഞ്ഞാൽ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരുന്നത്. നമുക്കും കുറെ പരിധി വരെ നമ്മളെ കൗമ അത് കുടിച്ചല്ലോ, പിന്നെ ഹറാമാക്കിയപ്പോൾ നിർത്തി. അപ്പോൾ ഇനി ആശ്രയ ഹംബ വീഞ്ഞുണ്ടാക്കി കൊടുക്കുകയാണ്. അത് ഞാൻ സ്വപ്നം കണ്ടു രാജാവിന്. മറ്റൊരുത്തൻ കണ്ടത് എന്താണ്? അഹ്മിലു ഫൗക റൈസി ഖുബ്സൻ, ഞാൻ എൻ്റെ തലമ ഒരു റൊട്ടി കൊട്ട വെച്ചിരിക്കണു, അത് പക്ഷികൾ കൊത്തി തിന്നുന്നത് ഞാനും സ്വപ്നം കണ്ടു. ഈ 2 സ്വപ്നം ഇന്നാൻ അറാഖുൽ മുസ്ലിം. അപ്പൊ യൂസുഫിനോട് പറയണേ, താങ്കൾക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയുന്ന ആളാണെങ്കിൽ ഇതിന്റെ 2 വ്യാഖ്യാനം ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ട. ഒരാൾ വീഞ്ഞു കുടിപ്പിക്കുന്നതും മറ്റൊരാളെ തലയിൽ പക്ഷി റൊട്ടി കൊത്തി തിന്നതാണ് സ്വപ്നം കണ്ടത്, അല്ലാതെ ടെൻഷൻ അടിക്കുന്ന സ്വപ്നം. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. നിങ്ങളെ ജയിലിൽ നിന്ന് ഉടനെ മോചിപ്പിക്കുകയും നിങ്ങൾ രാജസദസ്സിലെ രാജാവിന്റെ വീഞ്ഞൊക്കെ കൊടുക്കുന്ന ഒരു ജോലിക്കാരനായി പ്രൊമോഷൻ കിട്ടിപ്പോവുകയും ചെയ്യും. താങ്കളെ തൂക്കുമരത്തിൽ കയറ്റി ക്രൂശിക്കുകയും ചെയ്യും. ഈ 2 സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുത്തനുണ്ടല്ലോ, ഇവരോട് പറഞ്ഞു, നീ രാജാവിന്റെ രാജസദസ്സിലേക്ക് ചെല്ലുമ്പോൾ എന്റെ നിരപരാധിത്വം ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ മൂപ്പരവ് മറന്നുപോയി, ശൈത്താൻ മറപ്പിച്ചു തരാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവ് അസീസ് എന്ന് ഖുർആൻ തന്നെ പറയുന്നു, സൂറത്ത് യൂസുഫിൽ അസീസ് രാജാവ് ഒരു വലിയതായ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ഇബ്രാഹിമിന്റെ സ്വപ്നം, ജയിലിൽ 2 സുഹൃത്തുക്കളുടെ സ്വപ്നം, അവസാനമായിട്ട് അസീസ് രാജാവ് കണ്ട സ്വപ്നം. ഇങ്ങനെ അവസാനം നമ്മൾ നബ്സല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നത്തിലേക്ക് വരാനാണ് ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ വിരിച്ചിരുന്നത് കേട്ടോ. എന്താ കണ്ടത്? വാക്കാലിൽ മലിക്കൂ ഇന്നി അറ സബ ബക്കറാത്തി സിമാനിൻ യൗക്കുൽഹുന്ന വസബ സുംബലാത്തിൻ വയക്കുലുന സബ ഇജാഫിൻ. അതുപോലെ തന്നെ 7 തടിച്ച പശുക്കളെ രാജാവ് സ്വപ്നം കാണുന്നു. അതുപോലെ 7 മെലിഞ്ഞ പശുക്കളെയും രാജാവ് സ്വപ്നം കാണുന്നു. നല്ല കതിരുകളില്ല, നല്ല വിളവുള്ള 7 നെൽക്കതിരുകൾ, ധാന്യക്കതിരുകളെ കാണുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ധാന്യങ്ങൾ ഇല്ലാത്ത 7 ധാന്യ കതിരുകളെയും സ്വപ്നം കാണുന്നു. വലിയതായ സംഭവമാണത്. ഈ സ്വപ്നം കണ്ടപ്പോൾ രാജാവിന് ആകെ ടെൻഷനായി. എങ്ങനെ കണ്ടത്? നല്ല തടിച്ചു കൊടുത്ത 7 പശുക്കൾ, മെലിഞ്ഞ 7 പശുക്കൾ,
നല്ല കതിരുകളുള്ള, നല്ല ധാന്യങ്ങളുള്ള 7 കതിരുകൾ, ധാന്യങ്ങൾ ഇല്ലാത്ത 7 കതിരുകൾ. ഇതാകെ ടെൻഷനാക്കി. രാജാവ് കിടന്ന ഉറക്കമില്ല, ഉണർന്നു. എന്താണ് ഇപ്പൊ ഈ സ്വപ്നത്തിന്റെ തഅബീർ? ആർക്കതറിയാം? എല്ലാ രാജശാസ്ത്രികളും എല്ലാവരെയും വിളിച്ച് ചോദിച്ചു, ഇതെന്താ സംഭവം? ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ജയിലിൽ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉണ്ടായിരുന്ന ഒരാളെ വിട്ടല്ലോ. ഓന് യൂസുഫ് നബി പറഞ്ഞു കൊടുത്ത അതേ ജോലിയിലാണ്. ആയസുൽ ഹംറ, വീഞ്ഞുണ്ടാക്കി ഇങ്ങനെ കുടിപ്പിക്കാറില്ല. അതിനെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സംസാരം കേട്ടപ്പോൾ ഈ വ്യക്തി ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ നമ്മുടെ ജയിലിലുണ്ട്, ഞാൻ വിട്ടുപോയതാണ്, നല്ല കഴിവുള്ള ആളാണ്, സ്വപ്ന വ്യാഖ്യാനം കഴിയുന്ന ഒരാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ നമുക്ക് ഇതിന് അറിവ് കിട്ടുന്നതാണ്. ഉടനെ തന്നെ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരാൻ ഈ ആളോട് തന്നെ പറഞ്ഞു. ആ ആൾ ചെന്നപ്പോൾ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തിന്റെ മഹിമ നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ നിരപരാധിത്വം പറഞ്ഞു കൊടുക്കൊണ്ടുന്ന്, ഇപ്പൊ തനിക്ക് ഓർമ്മ വന്നു. രാജാവ് ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ അള്ളാഹുവിന്റെ ഇതാണത്. അതായത് യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജയിലിൽ നിന്ന് മോചനാക്കാനും കൂടി ഒരു ഹിക്മത്തുണ്ടായിരുന്നു കേട്ടോ. ഈ സ്വപ്നം കണ്ടപ്പോൾ നിരപരാധിയായ യൂസുഫ് നബി ജയിലിലാണ്. ഈ 2 ജയിൽ പുള്ളികളുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് ഒരുത്തനെ തൂക്കിക്കൊന്നു, കുരിശിലേറ്റി കൊന്നു, മറ്റൊരു രാജസദസ്സിലെ VIP വിലസുന്നു. പക്ഷെ ഓ മറന്നു. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം രംഗത്ത് വരുന്നു. ആൾ പോയി രാജാവിനോട് പറയുന്നു. രാജാവ് പോയി യൂസുഫ് നബിയെ വിട്ടുകൊണ്ടുവരാൻ പറയുന്നു. യൂസുഫ് നബി ചെന്നപ്പോൾ യൂസുഫ് നബി പറഞ്ഞു, ഞാൻ ഒരു പ്രതികാരവും ചെയ്യുന്നില്ല, താങ്കൾ ഇപ്പോഴെങ്കിലും വന്നല്ലോ, താങ്കൾക്ക് എന്നെ ഓർമ്മ വന്നല്ലോ, ഇപ്പൊ ഈ സമയത്ത് ഓർമ്മ വന്നല്ലോ, സന്തോഷം. അങ്ങനെ രാജസദസ്സിലേക്ക് കൊണ്ടുപോകുന്നു. കഥ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ സ്വപ്നത്തിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ യൂസുഫ് അയാളത്ത് പറഞ്ഞു, യാ അയ്യുൽ മലഉ ഇഫ്തൂനി ഫി റുയായ ഞാൻ കണ്ട ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല 7 വർഷം നല്ല ക്ഷേമമുള്ള കാലം വരും. തടിച്ച പശുക്കൾ, ആ പശുക്കളെ കൊണ്ട് നല്ലോണം ഉഴുത്, നല്ലോണം പൂട്ടി നന്നായി കൃഷി ചെയ്യണം. അതാണ് 7 നല്ല ധാന്യങ്ങളുള്ള കുല. അതിനാണ് ഈ പശുക്കളെ പറഞ്ഞത്. ഈ ആദ്യം പറഞ്ഞ ഈ മെലിഞ്ഞ പശുക്കൾ ഇവരെ തിന്നുന്നതാണ്, തടിച്ച പശുക്കളെ തിന്നും. അപ്പൊ 7 കൊല്ലം നല്ല ക്ഷേമമായിരിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ 7 കൊല്ലം ക്ഷാമമായിരിക്കും. അപ്പൊ ആ 7 കൊല്ലത്തെ ക്ഷാമത്തിലേക്കുള്ള മുൻകരുതൽ. ക്ഷേമമുണ്ടാകുമ്പോൾ 2 അക്ഷരത്തിന്റെ വാക്ക് അങ്ങോട്ടും മാറും കേട്ടോ. ക്ഷേമം എന്ന് വിചാരിക്കട്ടെ എന്ന് പറയും, സുഖാണ്. ക്ഷാമം എന്ന് പറഞ്ഞാൽ വേറി കേട്ടോ. അപ്പൊ ഈ ക്ഷേമമുള്ള കാലത്തേക്കുള്ള കൃഷികൾ ചെയ്ത് നല്ലവണ്ണം സൂക്ഷിച്ചു വെക്കണം. എന്നാൽ മാത്രമേ രാജ്യത്തെ ജനങ്ങളെ നേരിടാൻ കഴിയുള്ളൂ. പട്ടിണി കടക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ പിന്നെ യാക്കൂബ് നബിയുടെ മക്കളൊക്കെ അങ്ങോട്ട് വരുന്നത്. നമ്മൾ കഥ അതിലേക്ക് പോകല്ല. ഈ സ്വപ്നത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. 7 കൊല്ലം ക്ഷാമവും അത് കഴിഞ്ഞാൽ പിന്നെ 7 കൊല്ലം നല്ല ക്ഷേമവും ഉണ്ടാവും. അപ്പൊ ക്ഷാമമുള്ള കാലത്ത് അപ്പൊ രാജാവിന് സന്തോഷമായി. പക്ഷെ ഇത് ആരാണ് കൊണ്ടിടക്കുക? അതിന് പറ്റിയ ഒരാളിന് യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അങ്ങനെ ആ സിവിൽ സപ്ലൈസ് വകുപ്പ്, ഭക്ഷ്യദാനത്തിന്റെ വകുപ്പ് യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച് നിരപരാധിത്വം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം സമ്മതിക്കണത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സമ്മതിച്ചു, നിരപരാധിയാണ് സമ്മതിച്ചു. അങ്ങനെ ജയിലിൽ നിന്ന് മോചിതനായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി നമ്മൾ സ്വപ്നം കണ്ടാൽ എങ്ങനെ നമ്മൾ ഇതാർക്കും റൂയ, നമ്മൾ ആരെങ്കിലും സ്വപ്നം കണ്ട ഇസ്ലാം തങ്ങൾ പറയട്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും സ്വപ്നം യുഹിബ്ബുഹ, നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കാണാം. അപ്പൊ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വഹീന്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ഉണ്ടാവാം, നന്മയും തിന്മയും വരുത്തി തീർക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്വപ്നം കണ്ടാൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ ഫൈനമാഹിയ മിനല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നമാണ് കേട്ടോ. അപ്പൊ എന്ത് വേണം കണ്ടാൽ അൽഹംദുലില്ലാഹ്, നല്ലൊരു സന്തോഷകരമായ ഗുണമുണ്ടായതൊക്കെ നമ്മൾ കണ്ടാൽ അൽഹംദുലില്ലാഹ് പറയുകയും എന്നിട്ട് എന്ത് പറയണം, അത് നമ്മളെ കൂട്ടുകാരോടൊക്കെ പറയാം. ഹദീസാണ് കേട്ടോ. ഏത് ബുഖാരി, തുർമുദി, ഇബ്നു മാജയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നല്ല സ്വപ്നം കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും നമ്മുടെ കൂട്ടുകാരോടും കുടുംബങ്ങളോടും അത് പങ്കുവെക്കുകയും ചെയ്യണം. അതാണ്
പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഇതാറാ ഒരാരിക്ക മിമ്മായക്കുറവും വെറുക്കുന്ന, ഇഷ്ടമില്ലാത്ത, വിഷമമുണ്ടാവുന്ന, ബുദ്ധിമുട്ടാവുന്ന വല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടാൽ ഫൈനമാഹിമിന ശൈത്താൻ, അത് ശൈത്താന്റെ ഭാഗത്തുനിന്നാണ്. അപ്പൊ എന്ത് പറയണം? ആയുധമില്ലായ്മ ശൈത്താൻ റജീദ് പറഞ്ഞ് കാവൽ തേടുകയും അത് ആരോടും പറയുകയും ചെയ്യരുത്. സന്ദർഭമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് അപ്പോൾ സ്വപ്നത്തെക്കുറിച്ച്. അങ്ങനെ മോശപ്പെട്ട സ്വപ്നം കണ്ടാൽ ഉടനെ ആയുധമില്ലായ്മ ശൈത്താൻ റജീം, പടച്ചവനെ ഞാൻ അത് ശൈത്താന്റെ ഭാഗത്താണ് അത്ര സ്വപ്നങ്ങൾ ഉണ്ടാകുക. അത് പറയും, പിന്നെ ആരോടും പറയുകയും ചെയ്തു. ആ വിഷയം അവിടെ അവസാനിച്ചു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട സ്വപ്നം സൂറ ഖുർആനിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്താണ്. കബറാളികളെ സംബന്ധിച്ച് മരിച്ചുപോയ മനുഷ്യന്മാർ അനുഭവിക്കുന്ന ശിക്ഷകളുടെ ഒരു രൂപം മാത്രം നമ്മൾക്ക് പഠിക്കുവാനും, ജീവിച്ചിരിക്കുന്ന ആൾക്കാർ പഠിക്കുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അമൽ ചെയ്യുവാനുമാണ് ആ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുത്തത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? സഹാബിയോട് ചോദിക്കും, മൻ റആ മിൻകും ലൈലത്ത റുയൻ, ആരെങ്കിലും ഇങ്ങനെ സ്വപ്നം കണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും സ്വപ്നം കാണാറുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആരെങ്കിലും സ്വപ്നം കണ്ടത് പറയും, എന്നിട്ട് മാഷാ അല്ലാഹ് അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട സ്വപ്നം എന്താണ്? ഈ സ്വപ്നം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് 2 പേര് വന്നു. അത് ആരാന്നൊക്കെ അവസാനം പറയണം കേട്ടോ, ആരാണ് വന്നതെന്നൊന്നും എനിക്കും അറിയില്ല. 2 പേര് വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി ഞാനൊരു അർളിൽ മുഖദ്ദസ, പരിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് എത്തി. 2 ആളിനെ കയ്യും പിടിച്ചു പോവാണ്. അങ്ങനെ പോണ പോയിക്ക് വഴിയിൽ വെച്ച് ഒരാളെ കണ്ടു. എന്താ ആള്? ഫൈദാ റജുലും ജാലിസും റജുലും ഖായിമുൻ യദിഹി ഖുലൂബ്, ഒരാള് അങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ, അതിൻ്റെ അടുത്ത് വേറൊരാള് ഇരിക്കുന്നുമുണ്ട്. അയാളെ കയ്യിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരു കൊളത്തുകളുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള കൊളത്ത്, മുള്ളുമായുള്ള കൊളത്ത്, ആ കൊളത്ത് അയാളെ കയ്യിലുണ്ട്. ആ കൊളത്ത് കൊണ്ട് ഈ കിടക്കുന്ന മനുഷ്യന്റെ കോറാച്ചിയിൽ ഇങ്ങോട്ട് കൊളത്തും വലിച്ചിങ്ങോട്ട് പെരടി വരെ അങ്ങോട്ട് വലിക്കുമ്പോൾ ആ മനുഷ്യൻ വേദന കൊണ്ട് പുളയുന്നു. അങ്ങനെ അവിടെ നിന്നോട്ട് എടുത്ത് പിന്നെ മറ്റേ ചോറാച്ചിയിലും ഇങ്ങനെ കുത്തുമ്പോഴേക്കും ഇവിടെ പഴയതുപോലെ ആവും, പിന്നെ ഇങ്ങോട്ടാവും. ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹദീസ് പോകുന്നത് ഖിയാമത്ത് നാൾ വരെ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ്, അത് തഅജ്ജുബിന്റെ ഫീലാണ്, അത്ഭുതം കാണുമ്പോൾ പറയുന്ന ഒരു ഖുർആനിലെ വാക്ക് തന്നെ. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞില്ലേ, ഇസ്രായേൽ രാത്രിയിലെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ആയത്തിറങ്ങിയത്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, അത് ഇസ്രായേൽ മിഅ്റാജിനെ പറയുന്ന സത്യം പറഞ്ഞു. പിന്നെ വളരെ തഅജ്ജുബ്, അത്ഭുതത്തോട് പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുബ്ഹാനല്ലാഹ് മാ ഹാദ, ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്തലിക്, നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ യാത്ര തുടരുക, ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്. അങ്ങനെ വീണ്ടും അവർ പോവുകയാണ്. പിന്നെ ചെന്നപ്പോൾ ഒരു ഭാഗത്ത് ഒരാള് മലർന്ന് കിടക്കുന്നുണ്ട്, മുസ്തജിൻ മലർന്ന് കിടക്കുന്നുണ്ട്. തലഭാഗത്ത് ഉരുളൻ കല്ലുകൾ കൂട്ടിയിട്ടുണ്ട്. ആ കല്ലിൽ നിന്ന് ഓരോ കല്ലെടുത്ത് ഈ കിടക്കുന്ന മനുഷ്യന്റെ തലക്ക് എറിഞ്ഞു പൊട്ടിക്കുകയാണ് പണി. നല്ല പരിപാടിയാണ്. തല എറിഞ്ഞു പൊട്ടിക്കുകയാണ്. തലമ എറിഞ്ഞ് ഈ കല്ല് ദൂരത്തേക്ക് തെറിച്ചു പോകുമ്പോൾ വീണ്ടും ആ കല്ലെടുത്ത് വരുന്നു, വീണ്ടും എറിയുന്നു. അപ്പോഴേക്ക് തല വീണ്ടും പൂർവ്വസ്ഥയിലേക്കാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ചു കണ്ടു, ചോദിച്ചു, വീണ്ടും സുബ്ഹാനല്ലാഹ് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഫംദലിക്, ഇല്ല കഴിഞ്ഞില്ല, നിങ്ങൾ യാത്ര തുടരും, നമുക്ക് ഇനി കുറെ കാണണ്ടേ. അങ്ങനെ വീണ്ടും കൊണ്ടുപോകുന്നു. അങ്ങനെ പോയപ്പോൾ അടുപ്പ് മാതിരിയുള്ള ഒരു കുഴി, തഖീബ് മിസ്ല തന്നൂർ, അടുപ്പ് മാതിരിയുള്ള കുഴി എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം വ്യാസം കുറഞ്ഞതും അടിഭാഗം വ്യാസം കൂടിയത്. കീബോർഡ് നോക്കാൻ കുറച്ച് ഭാഗം ഉണ്ടാവുള്ളൂ, അടിയിൽ കുറെ വസ്തുക്കളോ ആൾക്കാർക്ക് നിൽക്കാവുന്ന വലിയ ഒരു തീയിന്റെ കുഴി, അഗ്നികുണ്ഡാരം എന്ന് പറയാം. അതിൽ നിന്ന് തീ ഇങ്ങനെ ആളിക്കത്തുന്നു. തീ ആളിക്കത്തുമ്പോൾ അതിൽ നിന്ന് മനുഷ്യരുടെ ദീനാരോധനം, ആർത്ത് കരച്ചിൽ കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിൽ നഗ്നരായ കുറെ സ്ത്രീ പുരുഷന്മാർ നിലവിളിക്കുന്ന രംഗമാണ് കണ്ടത്. പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോയി.
വിഷമിച്ച് ബുദ്ധിമുട്ടി. സുബ്ഹാനല്ലാഹ് മാഹാദ, ഇത് എന്താണിതൊക്കെ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ യാത്ര തുടരുക, ഇനിയും നിങ്ങൾക്ക് യാത്ര കാണാനുണ്ട്. പിന്നെ അങ്ങനെ പോയപ്പോൾ ഒരു നഹറുദ്ദമി, ഒരു രക്തത്തിന്റെ പുഴ. സാധാരണ പുഴയിൽ നല്ല നിറമുള്ള വെള്ളമല്ല, ഇത് രക്തം കൊണ്ടുള്ള ഒരു പുഴയാണ്. ആ പുഴയുടെ മധ്യഭാഗത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ആർത്തിളമ്പി വിഷമിച്ചിങ്ങനെ നിൽക്കുന്നു. പുഴയുടെ ഭാഗത്ത് കരയിൽ നിൽക്കുന്ന ഒരാള് ഒരു കല്ലുകൾ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ വായിലേക്ക് എറിഞ്ഞു വിഴുങ്ങിക്കാണ്. കരക്കടിക്കാൻ അയക്കുന്നില്ല, ഈ കല്ലിങ്ങനെ വിഴുങ്ങിക്കുന്ന ഒരു വേദനാജനകമായ രംഗം. അപ്പൊ 4 കണ്ടില്ലേ. 5ാമത് വീട്ടിൽ ചെന്നു പോയപ്പോൾ വലിയൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുത്ത് ചെറിയ കുട്ടികളുണ്ട്. പിന്നെ കണ്ടു ചെറിയ വീടൊന്ന് കണ്ടു, 2ാമതൊരു വീട് കണ്ടു. പിന്നെ ഒരു മരത്തിന്റെ മുകളിലൂടെ മൂട്ട് ചെന്ന് മേൽപോട്ട് നോക്കിയപ്പോൾ അതിലും സുന്ദരമായൊരു വീട് കണ്ടു. ഈ വീട് എന്താണ്? അത് അങ്ങേക്കുള്ള വീടാണ്. ഞാൻ ഇതിലേക്ക് പ്രവേശിക്കട്ടെ? വേണ്ട, അതിന് സമയമായിട്ടില്ല. പിന്നെ എന്താ പോയി കണ്ടത്? നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ പറഞ്ഞു കൊടുത്തു. ഏത് കാര്യം അല്ലാഹു തആല അറിയിക്കാറില്ലല്ലോ. ഞാൻ ജിബ്രീൽ എന്ന മലക്കാണ്. 2ആളെന്നല്ലേ പറഞ്ഞത്? ഞാൻ ജിബ്രീൽ എന്ന മലക്കാണ്. എൻ്റെ കൂടെ എൻ്റെ സഹപാഠി, എൻ്റെ സഹപ്രവർത്തകൻ മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. താങ്കൾക്ക് കാണിച്ചു തന്ന ഈ കാര്യങ്ങളൊക്കെ താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അതിനാണ് ഇത് കാണിച്ചത്. ആദ്യം താങ്കൾ കണ്ടത്, നമ്മൾ കഴിഞ്ഞ കുത്തുവിൽ എന്താ പറഞ്ഞത്? ഖബറിലെ ശിക്ഷ, ഈബത്ത്, രമീമത്തൊക്കെ പറയുന്നവർക്ക് ഉണ്ടാവുന്ന പറഞ്ഞില്ലേ? ആദ്യം കണ്ട ആള് വായ തുറന്നാൽ നുണ പറയും, വായ തുറന്നാൽ ഈബത്ത് പറയും, വായ തുറന്നാൽ നമീമത്ത് പറയും. ഇതുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് ഖബർ ശിക്ഷയുണ്ട്. അവൻ അനുഭവിക്കുന്ന ശിക്ഷയാണ് കോറാച്ചി ഇരുമ്പിന്റെ കുളത്തുകൾ കൊണ്ട് വലിച്ച് കീറി ഈ ഭാഗത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ അത് വിടുമ്പോഴേക്കും പിന്നെ ഈ ഭാഗത്ത് തുടങ്ങും. ഇതാണ് അവർക്കുള്ള ശിക്ഷ. ഇത് ഹദീസിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വപ്നത്തിലൂടെ നേരിട്ട് കൊണ്ട് കാണിച്ചു കൊടുത്തത്. സ്വപ്നം തന്നെ പറയുന്നത്, അവരുടെ സ്വപ്നമൊക്കെ സത്യമായിരിക്കും, വഹിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന എല്ലാ വാക്കുകളും ഒമാ യന്തിഖുൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യുഹാന, ഇഷ്ടാനുസരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയില്ല. അതൊക്കെ രേഖയാണല്ലോ. 23 കൊല്ലം പ്രവാചകനായതിനു ശേഷമല്ല ഖുർആനും ഒക്കെ രേഖയാണല്ലോ. ആ വന്ന ഹദീസുകളിൽ ദഈഫുണ്ടോ മൗദൂഉണ്ടോ പിന്നെ ചർച്ച വിഷയം വരുന്നുള്ളൂ. ഒക്കെ രേഖയാണ്. അപ്പോൾ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടതാണ്, നിങ്ങൾ കേട്ടോളൂ എന്നാണ് കാണിച്ചു കൊടുക്കുക. അപ്പോ ഈബത്തും പരദൂഷണവും പറയുന്ന ആൾക്കാർക്കുള്ള ശിക്ഷയാണ് അത്. രണ്ടാമത്, തല എറിഞ്ഞു പൊളിക്കുന്നവൻ എന്ത് തെറ്റാ ചെയ്തത്? ഓൻ അത്യാവശ്യം ഖുർആനൊക്കെ ഓതാൻ അറിയാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഹാഫിസ് സലാത്തുൽ ഹംസ പറഞ്ഞു 5 തവണ നമസ്കരിക്കണം. ഓൻ ഖുർആൻ ഓടാൻ പഠിച്ചിട്ടുണ്ട്. രാത്രി പകലും ഓന് രാത്രിയായാലും പകലായാലും അവന്റെ ജീവിതത്തിൽ അവൻ പഠിച്ചതനുസരിച്ച് ഒന്നും ചെയ്യൂല, ഒക്കെ അറിയാം. ഖുർആൻ ഓടാൻ അറിയാം, രാത്രി ആകുമ്പത്തൊന്നും ചെയ്യൂല, പകലും അതുമായി നടക്കും. അവനുള്ള ശിക്ഷയാണ് അവനെ തല എറിഞ്ഞ് പൊട്ടിക്കുന്ന ശിക്ഷ. മനസ്സിലായില്ലേ? എല്ലാം അറിഞ്ഞിട്ട് ഖുർആൻ ഓതാൻ അറിഞ്ഞതനുസരിച്ച് നടന്നില്ല, ഓതുന്നില്ല, അങ്ങനെ രാത്രി കിടക്കല് പകലും. അപ്പൊ അവർക്കുള്ള ശിക്ഷ നാളെ കബറിൽ ചെന്നാൽ ഇത്തരത്തിൽ ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തെ എന്താ കണ്ടത്? അടുപ്പ് മാതിരിയുള്ള ഒരു കുഴി. ആ കുഴിയുടെ അടിഭാഗം വ്യാസമുണ്ട്. അതിൽ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ. അവർ ആരാണ്? മലക്കൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് വേശ്യാവൃത്തി ചെയ്തിരുന്ന, വ്യഭിചരിച്ചിരുന്ന സ്ത്രീ പുരുഷന്മാർക്കുള്ള ശിക്ഷയാണ്. ഇത് കബറിലെ ശിക്ഷ മാത്രമാണ് കേട്ടോ. ഈ ശിക്ഷകളൊക്കെ ഈ ഹദീസൊക്കെ പറഞ്ഞതിന് താഴെ എന്താ പറയുന്നവരോ? യുഫ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമ, യുഫ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ബർസഹിയ ലോകത്ത് കബറിലും എവിടെയാണെങ്കിലും ഇത് അവർ അനുഭവിക്കുന്നത്. ഖിയാമത്ത് നാൾ വന്നതിന് ശേഷമാണ് സ്വർഗ്ഗ നരകത്തിലേക്കും പോകുന്നത്. അപ്പൊ യുഫ്അലു ബിഹി യൗമിൽ ഖിയാമ, അതുവരെ ഈ അടുപ്പ് പോലുള്ള തീക്കുണ്ടാരത്തിൽ വ്യഭിചരിച്ചിരുന്ന സ്ത്രീപുരുഷന്മാരെ ഇട്ട് എന്ത് ചെയ്യുന്നു? അല്ലാഹു തആല ശിക്ഷിക്കുന്നു. നാലാമത് കണ്ട എന്താണ്? രക്തപ്പുഴയിലൂടെ നീന്തി കളിക്കുന്ന, അയാളെ കല്ല് എറിഞ്ഞു വിഴുങ്ങിക്കുന്ന ആ രംഗം എന്താണ്? സെവൽ മൂവായിക്കത്തിൽപ്പെട്ട ആക്കുലു റിബ, പലിശ തിന്നുന്നവർക്കുള്ള ശിക്ഷ അല്ലാഹു തആല നൽകുന്നത്. അങ്ങനെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ സന്ദർഭിതമായിട്ട് അവസാനം കണ്ടില്ലേ, 5 ഏതാണ്ടായില്ലേ? 5 പറഞ്ഞു, ഒന്നാണ് പിന്നെ വിചാരിക്കുന്നത്. അപ്പോൾ പലിശ തിന്നവർക്കും വ്യഭിചരിച്ചവർക്കും ഖുർആൻ
ഓതിട്ട് പഠിച്ച് പ്രവർത്തിക്കാത്തവർക്കും അതുപോലെ തന്നെ ഈവത്തും പരദൂഷണം പറഞ്ഞ ആൾക്കാർക്കും ഒക്കെ ഉള്ള ശിക്ഷകളുടെ രംഗങ്ങളാണ് അള്ളാഹു തആല തങ്ങൾക്ക് കാണിച്ച് കൊടുത്തത്. ഇനി ആ അവസാനമായി കണ്ട വലിയ മനുഷ്യൻ അതാരാണ്? അത് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള കുട്ടികൾ, ചെറിയ കുട്ടികൾ മരിക്കൂലേ, ആ കുട്ടികളാണ് ഒപ്പുള്ളത്. നിങ്ങൾ ആദ്യം കണ്ട വീട് ശോതാക്കൾക്കുള്ളതാണ്, പിന്നത്തെ വീട് സത്യവിശ്വാസികൾക്കുള്ളതാണ്. സ്വർഗത്തില് ഖുർആന്റെയും എന്തിന് പ്രത്യേകമാണ്? നരകത്തെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ സ്വർഗവും പറയും. അപ്പൊ അത് സത്യവിശ്വാസികൾക്കുള്ള വീടാണ്. പിന്നെ കണ്ട അവസാനത്തെ വീട് അത് താങ്കൾക്കുള്ള മണിമന്ദിരമാണ്. അതിലേക്ക് പ്രവേശിക്കാൻ താങ്കൾക്ക് സമയമായിട്ടില്ല, കുറച്ചു കാലം കൂടി താങ്കൾ ഇവിടെ ജീവിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഥ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ 4-5 തെറ്റുകൾ ചെയ്യുന്നവർക്കുള്ള ഖബറിലെ ശിക്ഷയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അല്ലാഹു തആല അത്തരത്തിലുള്ള അദാബിനെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത് കുളിയുടെ ഫർളുകളാണ് പറഞ്ഞത്. ഇനി നമ്മൾ കുളിയുടെ സുന്നത്തുകളാണ് പറയാൻ പോകുന്നത്. കുളിയുടെ സുന്നത്ത് എല്ലാ മുഹത്തലിമും വെള്ളിയാഴ്ച കുളിക്കൽ നിർബന്ധമാണ്. അത് മനസ്സിലാക്കണം. മുഹത്തലിം പറഞ്ഞാൽ പ്രായപൂർത്തിയെത്തിയ എല്ലാവർക്കും വെള്ളിയാഴ്ച കുളിക്കൽ നിർബന്ധമാണ്. സുന്നത്തല്ല, നിർബന്ധമാണെന്ന്. വാജിബുൻ കുലാ കുല്ല് മുഹത്തലിമുൻ, എല്ലാ മുഹത്തലിമുകൾക്കും വെള്ളിയാഴ്ച കുളിക്കൽ നിർബന്ധമാണ്. പിന്നെ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ നഗ്നരായും കൊണ്ട് കുളിക്കാൻ പാടില്ല. അതും ഹദീസുണ്ട്. ലാ യദ്ഖുലുൽ ഹമ്മാം. ഹമ്മാം എന്ന് പറഞ്ഞാൽ ബാത്റൂം എന്നാണ് അർത്ഥം. എങ്ങനെ? ബിൽ മിഅ്സരി, നഗ്നനായും കൊണ്ട്. ബാത്റൂമാണെന്ന് വിചാരിച്ചിട്ട് നഗ്നനായി കുളിക്കാൻ പാടില്ല. കറാഹത്താണ്, തെറ്റാണ്, കുറ്റകരമാണ്. അതും ശ്രദ്ധിക്കുക. പിന്നെ സുന്നത്തായ കാര്യങ്ങൾ ഫർള് നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ. ഇതൊക്കെ ഹദീസിന്റെയും ഫിഖിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒന്നാമത്തെ സുന്നത്ത് കുളിക്കാൻ, ഇതൊക്കെ വലിയ അശുദ്ധ കുളിയാണ് കേട്ടോ. അപ്പോൾ ഫർളും സുന്നത്തും ബാധകമുള്ളൂ. കൈകൾ രണ്ടും 3 തവണ കഴുകുക, മുൻകൈ കഴുകൽ സുന്നത്താണ്. രണ്ടാമതായിട്ട് നമസ്കാരത്തിന് ഒതു ചെയ്യുന്നത് പോലെ അതേപോലെ പൂർണ്ണമായ ഇസ്ബാഗുൽ ഒതു എന്നാൻ പറയാം. ഇസ്ബാഗുൽ ഒതുവിൻ്റെ പ്രത്യേകത എന്താണ്? നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ ലക്ഷക്കണക്കിൽ അനുയായികൾ ഉണ്ടാകുമ്പോൾ നമ്മളെ അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക? ഒലുവിന്റെ അംഗങ്ങളൊക്കെ അങ്ങനെ മിന്നിത്തിളങ്ങിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒലു നമ്മക്കുള്ളത് മാത്രമാണ്, കുളി എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒലു എടുത്ത ആ കയ്യും കാലും മുഖങ്ങളൊക്കെ ഇങ്ങനെ മിന്നിത്തിളങ്ങിക്കൊണ്ട് നമ്മളെ കാണും. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിളിക്കും. അതുപോലെ അതിന് ഒലു എടുക്കുന്നത് പോലെ ഒലു എടുക്കുക, പൂർണ്ണമായി ഒലു ചെയ്യുക. പിന്നെ ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കുക. ആ ഗുഹ്യസ്ഥാനം രണ്ടാമത്താണ്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒലു കൊടുക്കാറുണ്ട്. ഒന്ന് മുൻകൈ 3 വട്ടം കഴുകുക, രണ്ടാമത് ഗുഹ്യസ്ഥാനം കഴുകുക, മൂന്നാമത് ഒലു ചെയ്യുക, നാലാമത് എല്ലാതും 3 പ്രാവശ്യം ചെയ്യുക. പിന്നെ മുടിയും താടിയും അങ്ങനത്തേതായ സ്ഥലങ്ങളൊക്കെ വളരെയധികം സൂക്ഷിച്ച് കഴുകുക. വെള്ളം കോരി ആദ്യം വലത് ഭാഗത്ത് വെള്ളം കോരി കുളിക്കുകയാണെങ്കിൽ ആദ്യം വലത് ഭാഗത്തും പിന്നീട് ഇടത് ഭാഗത്തും അങ്ങേ തല മുഴുവനും ഒഴിച്ചുകൊണ്ടാണ് കഴുകേണ്ടത്. കക്ഷം അതുപോലത്തെ രഹസ്യഭാഗങ്ങളൊക്കെ പ്രത്യേകമായി സൂക്ഷിക്കുക. ഈ സുന്നത്തുകളും നേരത്തെ പറഞ്ഞ ഫറലുകളും ഇനി ഷർത്തുകളും ഉണ്ട് കേട്ടോ. ഏത് കാര്യത്തിനും ഷർത്തുണ്ട്. ഒലുവിനും ഷർത്തുണ്ട്, അതേപോലെ കുളിയുടെ ഷർത്തുണ്ട്. നമ്മുടെ ദേഹത്ത് ഈ കുളിയുടെ വെള്ളം സ്പർശിക്കാൻ പറ്റാത്ത മറകളൊന്നും ഉണ്ടാവാൻ പാടില്ല. പെയിന്റുകളോ ടാറോ അതുപോലത്തെ വസ്തുക്കൾ നമ്മൾ ഉറച്ചു കഴുകുമ്പോൾ അവിടെ വെള്ളം ചേരാൻ തടസ്സമുണ്ടാകുന്ന ഒന്നും ദേഹത്ത് ഈ കുളിക്കുമ്പോൾ ഒതു എടുക്കുമ്പോൾ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെയാണ് ഷർത്ത്. ഇങ്ങനെയാണ് നമ്മൾ ജനാപത്തുകാരായി കുളിക്കേണ്ടത്. ജനാപത്തുകാരൻ ആയിക്കഴിഞ്ഞാൽ എന്തെല്ലാം നിഷിദ്ധമാണ്? ഒന്ന്, നമസ്കാരം തന്നെ നിസ്കരിക്കാൻ പാടില്ല.
രണ്ടാമത് നോമ്പ് കാലത്താണ് നോമ്പ് നോൽക്കാൻ പാടില്ല. മൂന്നാമത് കഅബ തവാഫ് ചെയ്യാൻ പാടില്ല. ഉംറക്കൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം. സഫാ മർവന്റെ ഓടുന്ന സമയത്ത് ഒതു വേണമെന്നില്ല. പക്ഷേ കഅബ തവാഫ് ചെയ്യാൻ ഒതു വേണം, ശുദ്ധി വേണം, അതിൽ പറ്റൂല. പിന്നെ ഖുർആൻ തൊടാനും പാടില്ല, ഖുർആൻ ഓതാനും പാടില്ല. അവസാനമായിട്ട് പള്ളിയിൽ പോയി ഇരിക്കാനോ ഇത്തികാഫിരിക്കാനോ പാടില്ല. ഇതൊക്കെ വലിയ ശുദ്ധിക്കാരന് ചെയ്യാൻ പാടില്ലാത്തതാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ മറ്റു കുടുംബാദികൾക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും തന്നെ അള്ളാഹു തആലക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകുമാറാവട്ടെ. മാരക രോഗങ്ങൾ, അപകട മരണങ്ങൾ, വാഹന അപകടങ്ങൾ, ദുരന്തങ്ങളൊക്കെ തൊട്ട് അള്ളാഹു നമ്മളെ മക്കളെയും നമ്മളെ കുടുംബാദികൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദൈനംദിനം അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ ഒരു 50-55 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഒരു കുഴപ്പവുമില്ലാതെ കുഴഞ്ഞു വീണ് മരിച്ചു. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അത്തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു തആല ശിവ നൽകുമാറാവട്ടെ. ഒരുപാട് ഭാഗത്ത് ഒരുപാട് രോഗികൾ വസിയത്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു. അവർക്കൊക്കെ അള്ളാഹുവേ നീ ശിവ നൽകണേ തമ്പുരാൻ. റഹ്മാനെ റബ്ബേ, മുസ്ലിങ്ങളെ മർദ്ദിക്കപ്പെടുന്ന ഫലസ്തീൻ പോലത്തെ ഞങ്ങളെ ഫലസ്തീനികൾക്ക് നീ വിജയം നൽകണേ തമ്പുരാനെ. 2 വർഷമായിട്ട് ആ സാധുക്കളെ നരനായാട്ട് നടത്തുന്ന യഹൂദികളെ നീ നശിപ്പിക്കണേ തമ്പുരാനെ. പടച്ചവനെ അല്ലാഹു മൻസൂർ ഇഖ്വാനുൽ ഫലസ്തീൻ, ഫലസ്തീനികളായ ഞങ്ങളുടെ സഹോദരന്മാരെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അവർക്ക് രക്ഷ നൽകണേ തമ്പുരാനെ. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം യാ റബ്ബൽ ആലമീൻ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ റബ്ബേ. അവരുടെ പഠനത്തിലും ജോലിയിലും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അവരെ നന്നാക്കണേ റബ്ബേ. അവർക്ക് നല്ല ജോലി കൊടുക്കണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ തമ്പുരാനെ. ഉപദ്രവിക്കുന്ന മക്കളാക്കണേ തമ്പുരാൻ. ഞങ്ങളെ പെൺകുട്ടികൾ അവർ കുടുംബമായി ജീവിക്കുന്നു, അവർക്കും അവരുടെ ഭർത്താക്കന്മാർക്കും നന്മ ചെയ്യണേ, ഗുണം ചെയ്യണേ തമ്പുരാൻ. അവർ വിധവകളെയും അഗതികളുമാക്കാത്ത നല്ല സന്തോഷമുള്ള കുടുംബജീവൻ നയിച്ച് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. റഹ്മാനെ റബ്ബേ, അവസാനം ഞങ്ങളെല്ലാവരെയും ഈ വാങ്ങിട്ട് മരിപ്പിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واهل الكفرة والظالمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تجعلنا من حطب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.